It is easier for me to repent immediately, but I always end up going back to my old sinful life. How to overcome this? പെട്ടെന്ന് തന്നെ അനുദപിക്കുന്നത് എനിക്ക് എളുപ്പമാണ്, പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ പഴയ പാപപൂർണമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ഇതിനെ എങ്ങനെ ജയിക്കാം? So first of all, I should say, remember what I said 2 days ago. The sin which keeps you down is far greater than the sin that tripped you up. ഞാൻ വീണ്ടും പറയട്ടെ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ കാര്യം. നിങ്ങളെ താഴ്ന്ന നിങ്ങൾ വീണ അവസ്ഥയിൽ തുടരുന്ന ആ പാപമാണ് നിങ്ങൾ വീഴുന്ന ആ പാപത്തെക്കാൾ വലിയത്. The devil will try to keep you in discouragement, saying you're not worthy to come back to God. പിശാച് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് യോഗ്യനല്ല എന്ന ചിന്തയിൽ നിരുത്സാഹപ്പെട്ടിരിക്കുവാനായിട്ട് നിങ്ങളോട് ശ്രമിക്കും. Brothers and sisters, the sin of discouragement is much, much bigger than the sin that is tripping you up. സൗര്യസവന്മാരെ, നിരുത്സാഹം എന്ന പാപം, നിങ്ങൾ വീണുപോയ ആ പാപത്തെക്കാൾ വളരെ വളരെ വലിയ പാപമാണ്. Run back to God immediately. Even if you have sinned 7 times in the same day, run back to God. കർത്താവിലേക്ക് ഓടി മടങ്ങി വരിക. നിങ്ങൾ ഒരു ദിവസം 7 പ്രാവശ്യം നിങ്ങൾ വീണുപോയാലും കർത്താവിലേക്ക് ഓടി വരിക. Start every day in helplessness and say, Lord, I cannot get through this day unless you give me the power to preserve me from falling. എല്ലാ ദിവസവും നിസ്സഹായതയോടെ ആരംഭിക്കുക. കർത്താവേ, എനിക്ക് ഇവിടെ നിൽക്കുവാൻ കഴിയുകയില്ല, അങ്ങ് എന്നെ ഈ പാപത്തിൽ വീഴുന്നതിൽ നിന്നും എന്നെ കാക്കുന്നില്ലെങ്കിൽ. The Lord delivered me from many sins the moment I stopped focusing on overcoming the sin. ഞാൻ പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ ആ കാര്യത്തിൽ ഞാൻ ദൃഷ്ടി വയ്ക്കുന്നത് മാറ്റിയപ്പോൾ കർത്താവ് എന്നെ പല പാപത്തിൽ നിന്നും വിടുവിച്ചു. Instead of focusing on overcoming the sin, I focused on spending time with God, my Father. പാപത്തെ ജയിക്കുന്ന കാര്യത്തെ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പകരമായിട്ട് എൻ്റെ പിതാവായ ദൈവവുമായി സമയം ചെലവഴിക്കുന്നതിന് ഞാൻ ശ്രദ്ധ വെച്ചിരുന്നു. It was like a light. I was like a light that was plugged in to the wall that kept my connection to God. ഞാൻ ഒരു പ്ലഗിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന ലൈറ്റ് പോലെയാണ്. അത് കർത്താവിലുള്ള ആ ഒരു കണക്ഷൻ കൊണ്ട് അത് പ്രകാശം പരത്തുന്നു. And when sin came in, it was like a knife was cutting that wire between the plug and the light. പാപം അതിന്റെ ഇടയ്ക്ക് വരുമ്പോൾ അതൊരു ആ ഇലക്ട്രിസിറ്റിയുടെ പവറിന്റെ സോഴ്സുമായിട്ടുള്ള ആ കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു കത്തി പോലെയാണ്. And the more seriously I took, Lord, I want to be in your presence. I want that light. ഞാൻ കൂടുതലായിട്ട് കർത്താവേ, എനിക്ക് അങ്ങയുടെ സന്നിധി വേണം എന്ന് ഞാൻ കൂടുതലായിട്ട് ആ കാര്യത്തെ ഗൗരവത്തോടെ അന്വേഷിച്ചപ്പോൾ, then I was far more interested in making sure that nothing would come to break that connection. അങ്ങനെ വന്നപ്പോൾ ആ കണക്ഷൻ അതിനെ വിച്ഛേദിക്കുവാനായിട്ട് ഒന്നും അതിന്റെ ഇടയ്ക്ക് വരരുതെന്ന് ഞാൻ വളരെ ശ്രദ്ധയോടെ ആഗ്രഹിച്ചു. Brothers and sisters, meditate and be consumed with being in the Lord's presence at all times, and then you will not want even the smallest sin to come between you and him. സൗര്യസവന്മാരെ, കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നതിനെ കുറിച്ച് ധ്യാനിക്കുകയും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ അത് നിങ്ങളെ സഹായിക്കും. When I've experienced the greatest joy and the greatest pleasures that are in his presence, why will I allow myself to be taken away from there? Sorry, brother. Can you repeat? When I've experienced the greatest joy and the greatest pleasures in his presence, why will I allow anything to take me away from there? എൻ്റെ കർത്താവിന്റെ സന്നിധിയിലുള്ള ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആനന്ദവും ഞാൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ അനുവദിക്കുമോ?
I will cry out to the Lord and say, Lord, all of these temptations are trying to take me away from you, but I want to be in your presence. I am helpless. കർത്താവെ, ഞാൻ എപ്പോഴും കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കും, കർത്താവെ, ഈ പ്രലോഭനങ്ങളെല്ലാം അങ്ങയിൽ നിന്നുള്ള അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്നു. എനിക്ക് എപ്പോഴും അങ്ങയുടെ സന്നിധി ആവശ്യമാണ്. That attitude of helplessness, the Lord will respond to by giving you the power of His Holy Spirit. ആ നിസ്സഹായതയുടെ ആ ഒരു മനോഭാവം, അതിൽ കർത്താവ് നിങ്ങളോട് തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകും. And then you can be in His presence all the time. അപ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുവാൻ കഴിയും.